അവരോട് വേണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വാ. അതെയോ? ഓടിക്കോ. അതാ അവിടെ വീട് കാണുന്നു. വേഗം വാ. നമുക്ക് ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം. വേഗം വാ, മുകളിലൂടെ കയറി ചാടാം. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വേഗം കതക് തുറക്ക്. ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കഴുതേ, ഇവിടെ എങ്ങനെ ആരെങ്കിലും ഉണ്ടാവുക? അവരൊക്കെ വീടിനകത്തല്ലേ ഉണ്ടാവുക? എടാ കഴുതേ, നിനക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അവൻ ചോദിച്ചത് വീട്ടിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നാണ്. എങ്കിൽ ഉറക്കെ വിളിക്കേ. ഹലോ, എനിബഡി ഈസ് ദേർ? ഇംഗ്ലീഷ് അറിയില്ലെന്നാ തോന്നുന്നത്. മണ്ടന്മാര്. ആരെങ്കിലും അകത്ത് ഉണ്ടെങ്കിൽ തന്നെ ഇത്ര ദൂരത്തുനിന്ന് വിളിച്ചാൽ അവർക്ക് കേൾക്കുകയില്ല. കണ്ടോ ഡോർബെൽ? ഡോർബെല്ല് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരെങ്കിലും പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്നത് നമ്മുടെ ബന്ധുക്കളായിരിക്കില്ല, അകത്തുള്ള ആരെങ്കിലും ആയിരിക്കും പുറത്തേക്ക് വരിക. സംശയമുണ്ടോ? ഡോർബെൽ എന്തായാലും അടിപൊളി തന്നെയാ. കണ്ടോ, ഗേറ്റ് തുറന്നു കഴിഞ്ഞു. വേഗം വാ. ഡോർബെല്ല് അടിക്കേ. തുറക്കുന്നില്ല. ഇനി വേഗം തുറക്ക് സീസെന്ന് പറയേണ്ടി വരുമോ? കൊച്ചളിയാ, നീ എന്റെ സൈഡാണോ അതോ ഇവന്റെ സൈഡാണോ? ഹണി, വേഗം കൈതട്ടാ. എടാ, എന്റെ കയ്യിൽ തട്ടാനാ പറഞ്ഞതാ. എല്ലാവരുടെയും സുഹൃത്താ, എന്നെ വിട്ടേക്കൂ. സബാഷ്, ഇവരുടെ പണി തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തന്നെയായിരിക്കും ജയിക്കുക. സംശയമുണ്ടോ? എന്നെ വിട്ടേക്കൂ, ഞാൻ കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, എന്നെ വിട്ടേക്കൂ. ഇനി എന്തായാലും പേടിക്കേണ്ട ഒരാവശ്യമില്ല. കാറ് കിട്ടിക്കഴിഞ്ഞു. അത് 4 ഹെഡ്ലൈറ്റ് ഉള്ള കാറ്. എവിടെ? അങ്ങോട്ട് നോക്ക്, ചെടികളുടെ ഇടയിൽ നിൽക്കുകയാണ്. പക്ഷെ ഹെഡ്ലൈറ്റ് കുറച്ച് ഡിമ്മാണ്. കഴുതേ, അത് കാറല്ല, കാട്ടുമൃഗങ്ങളാണ്. എന്തായാലും ഡിന്നർ അടിപൊളിയായിരിക്കും.
സാർ നമ്മൾ എല്ലാരും ഒരേ ഇനമാണ്. ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഡോഗി ആയതുകൊണ്ട് നിനക്ക് വല്ലാത്ത ബുദ്ധിയുണ്ടല്ലോ. സോൾനാർ കുടുങ്ങിയിരിക്കുക. അവനെ രക്ഷപ്പെടുത്തണം. വേഗം വാ. മര്യാദയ്ക്ക് മാറി നിന്നോ, അല്ലെങ്കിൽ പ്രശ്നമാകും. പ്രശ്നമാകുമെന്നോ? ഞങ്ങളുടെ അടുത്ത് പ്രശ്നമാകുമെന്നോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഹലോ ഹലോ, ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. എന്തായാലും കൊള്ളാം. രാത്രി മുഴുവൻ ഇവിടെ തങ്ങിയിട്ട് രാവിലെ പോകാം. എന്ത് പൊടിയായത്. ഞാൻ പോയൊന്ന് കുളിച്ചിട്ട് വന്നേക്കാം. എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നു. ഞാൻ ഉറങ്ങാൻ പോവാ. വല്ലാതെ വിശക്കുന്നുണ്ട്. ഞാൻ പോയി കിച്ചൺ എന്താ ഉണ്ടെന്ന് നോക്കിട്ട് വരാം. തളർന്നു. സംശയമുണ്ടോ? അതുവരെ നടന്നു വരാൻ എനിക്ക് കഴിയുകയില്ല. ടേബിളേ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. വെള്ളത്തിന് വല്ലാത്ത തണുപ്പ്. ചൂടുവെള്ളമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. വെള്ളം ചൂടാകുന്നു. ശരി, ഇനി എന്തായാലും സോപ്പ് തേക്കാം. ഇതെന്ത് ബെഡ്റൂമാ? ബെഡ് കാണാനില്ലല്ലോ. ഇതെവിടുത്തെ ബെഡാണ്? ഒന്ന് താഴേക്ക് വാ. മോളിലേക്ക് പോ. സ്വിച്ച് ബോർഡ് എവിടെയാണ്? ലൈറ്റ് ഓൺ ആയാലേ എന്തെങ്കിലും കാണാൻ കഴിയൂ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ആദ്യം പാല് കുടിക്കാം. അതിനു മുൻപ് ഗ്യാസ് ഓൺ ചെയ്യണം. അല്ല, ഗ്യാസ് എങ്ങനെയാ ഓൺ ആയത്? ആരോ ഓൺ ചെയ്തിട്ട് പോയിരിക്കാൻ തോന്നുന്നു. എന്തായാലും ഉടനെ ഫ്രിഡ്ജ് തുറന്ന് പാലങ്ങ് എടുത്തേക്കാം. പ്രേതം, 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 എടാ, ഞാൻ പണി. കൊച്ചളിയാ, നീ എങ്ങനെ പ്രേതമായി മാറിയത്? എടാ, ഞാൻ പ്രേതമൊന്നല്ല. പക്ഷെ ഈ വീടിനകത്ത് പ്രേതമുണ്ട്. എവിടെയാ ഭൂതം? എവിടെയാന്ന് പറയേ. പ്രേതം, പ്രേതം. ഞാൻ ഭൂതമൊന്നുമല്ല. ഞാൻ കിച്ചണിൽ വീണതാ. അങ്ങനെ ഇതൊക്കെ പറ്റിയത്. ആദ്യം പറ, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ എന്റെ വീട്ടിൽ കാര്യം? അതൊക്കെ വിട്ടേക്ക് സാറേ. ഒരു കാര്യം പറയേ, നിങ്ങളുടെ വീട്ടിൽ പ്രേതമുണ്ടോ? എന്ത് മണ്ടത്തരമായി പറയുന്നേ? അതെ, ടേബിൾ താനെ ചലിക്കുന്നുണ്ട്. അതെ, ഞാൻ ബെഡ് താഴേക്ക് വലിച്ചപ്പോ അത് മുകളിലേക്ക് പോകുന്നു. ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോ 2 കൈകൾ എന്നെ വന്ന് ആക്രമിച്ചു. 2 കൈ മാത്രമാണ് കാണാൻ കഴിയുന്നത്. കിച്ചണിൽ ബാക്കിയൊന്നും കാണാൻ കഴിയുന്നില്ല. തന്നെ ലൈറ്റ് ഓൺ ആകുന്നു. തന്നെ ഗ്യാസ് ഓൺ ആകുന്നു. ഫ്രിഡ്ജിൽ നിന്ന് പാല് പുറത്തേക്ക് വരുന്നു. ശരി ശരി, ഞാൻ എല്ലാം ഇപ്പൊ പറഞ്ഞു തരാം. ഇവിടെ ഒരു ഭൂതവും ഇല്ല. ഫാൻ ഓൺ. ടവൽ. പേടിക്കണ്ട, ഇതൊരു മോഡേൺ ഹൗസാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കമാൻഡ് പ്രകാരമാണ് നടക്കുന്നത്. അതെയോ? വാട്ടർ. അടിപൊളി. ഇത്രയും കാശ് മുടക്കി എന്തിനാ കാട്ടിൽ വീട് നിർമ്മിച്ചത്? തനിച്ചാണോ താമസിക്കുന്നത്? അങ്ങയുടെ അടുത്ത് നിന്ന് ആർക്ക് വേണമെങ്കിലും മോഷ്ടിക്കാൻ കഴിയും. സംശയമുണ്ടോ?
അവർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഇതാ കണ്ടോ, അറ്റാക്ക്. മതിയാക്ക് മതിയാക്ക്, ഞങ്ങൾ നല്ലവരാണ്. അടിപൊളി. ഈ വർഷത്തെ സൈക്ലിംഗ് കോമ്പറ്റീഷനിൽ നിന്റെ റെക്കോർഡ് തന്നെ നീ മറികടന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ സോർദാറാണ് ചാമ്പ്യൻ. കിറ്റി, ഈ സൈക്കിളും വെച്ചോണ്ട് നിനക്ക് കോമ്പറ്റീഷനിൽ ജയിക്കാൻ പറ്റത്തില്ല, സംശയമുണ്ടോ? വിജയം തോൽവിയും ഒരു വലിയ സംഭവമേ അല്ല. ഞാനൊരു രസത്തിന് വേണ്ടിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സണ്ണി ഇപ്പോ ദരിദ്രനായി. മോട്ടോർ സൈക്കിൾ കളഞ്ഞിട്ട് ഇപ്പോ സൈക്കിളിൽ വന്നിരിക്കാണ്, സംശയമുണ്ടോ? നോക്ക്, നീ കരുതും പോലെ സാധാരണ സൈക്കിൾ അല്ല, ഇത് ഗിയറുള്ള സൈക്കിളാണ്. 15,000 രൂപയാ വില. ഇതിനു മുമ്പ് ഇതുപോലത്തെ സൈക്കിൾ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ടത്. നിനക്ക് ടിവിയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത് വാങ്ങാനുള്ള കഴിവ് തീർച്ചയായിട്ടും നിനക്ക് ഉണ്ടാവില്ല. ഇത് കണ്ടല്ലോ, ദാ ഇങ്ങനെ ഓടിക്കാൻ കഴിയും. ഇതിനാണ് സൈക്കിൾ എന്ന് പറയുന്നത്. നിന്റെ ഈ പാട്ട വണ്ടിയല്ല. ഈ വർഷത്തെ ചാമ്പ്യൻ ഞാൻ തന്നെയായിരിക്കും. ചാമ്പ്യൻ ഗിയർ കൊണ്ടല്ല, പ്രാക്ടീസ് കൊണ്ടാണ് നേടുന്നത്. ജോർദാർ ചാമ്പ്യൻ ആണ്. ഇനി അങ്ങനെ തന്നെ. ബണ്ണി, ബോഡി വെയിറ്റ് ഫ്രണ്ട് ടയറിലേക്ക് കൊടുക്ക. സൈക്ലിംഗ് ചെയ്യാനായി കൂടുതൽ ശക്തി കാലിലാണ് വേണ്ടത്. 4 ദിവസത്തെ പ്രാക്ടീസ് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. നോക്കിക്കോ, നാളത്തെ കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ബണ്ണിയെ ജയിക്കൂ. വയറ് വിശന്നാൽ നന്നായിട്ട് ആഹാരം കഴിക്കണം. പാർട്ടിസിപ്പൻസ് എല്ലാവരും ഉടൻ തന്നെ മുന്നോട്ട് വരണം. അടികൈ. ചാമ്പ്യൻ ജോർദാർ അവന് പകരക്കാരനെ അയച്ചിരിക്കുക, അതും പഴങ്കാലത്തുള്ള ഏതോ ഒരു സൈക്കിളുമായിട്ട്. മാഡം, നിങ്ങളും ഈ സൈക്ലിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ടോ? വാവ്, അതും ഗിയറുള്ള സൈക്കിൾ വെച്ചോണ്ട്. ഈ സൈക്കിൾ ബണ്ണിക്ക് വേണ്ടിയുള്ളതാണ്. എനിക്ക് വേണ്ടിയോ? ബണ്ണി, നീ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ എന്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു സൈക്കിൾ പോലെ വാങ്ങിച്ചു തന്നോടാനുണ്ടോ? താങ്ക് യു മാഡം, താങ്ക് യു. സ്പ്രേ അടിച്ചാൽ നല്ല മണമാണ്. എല്ലാ പാർട്ടിസിപ്പൻസും അവരുടെ ശക്തി കാണിക്കുകയാണ്. അടികൈ. ഇനിയും വേഗത്തിൽ ബണ്ണി, ഇനിയും വേഗത്തിൽ. സണ്ണി, ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം. നീ പോയിക്കോ.
അവന്റെ ഒരു വാശി കണ്ടില്ലേ? ഇന്നത്തോടെ ഞാൻ തീർത്തു കൊടുക്കാം. എന്തോ തെറ്റ് സംഭവിക്കാൻ പോകുന്നു. സംശയമുണ്ടോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ തന്നെ മാലത്തി അടിക്ക്, അങ്ങനെ ഇടുപ്പിൽ തൂക്കി അടിക്ക്. ഇങ്ങോട്ട് വരൂ. ഇങ്ങനെ ചെയ്താൽ രണ്ടുപേരെയും ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി കെട്ടിയിടും. ഗുരുവിനെ തന്നെ തല്ലുന്നോ നിങ്ങൾ? അങ്ങ് തന്നെയല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരൂ, ഇടുപ്പിൽ തൂക്കി അടിക്കൂ എന്നൊക്കെ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ മലർത്തി അടിച്ചത്. എന്നെയല്ല ഞാൻ മലർത്തി അടിക്കാൻ പറഞ്ഞത്. നിങ്ങൾ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തത്? ആദ്യം പറയുന്നത് മനസ്സിലാക്ക്. എന്താ മനസ്സിലായോ? മനസ്സിലാകാത്ത കാര്യം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായതും കൂടി മനസ്സിലാകാതെ പോകും. എന്താ മനസ്സിലായോ? ഇപ്പൊ അങ്ങ് എന്ത് പറഞ്ഞുവോ അതൊന്നും തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. സംശയമുണ്ടോ? ഇങ്ങോട്ട് വരൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഗുസ്തി ഒരു നല്ല കലയാണ്. അത് ശരീരത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഗുസ്തി പഠിപ്പിക്കുന്നത്. ഓ, അങ്ങ് എപ്പോഴാണ് ഗുസ്തി പഠിച്ചത്? എനിക്ക് പഠിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഞാൻ ബലശാലിയാണ്. അതുകൊണ്ട് എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ കാടിനകത്ത് ഞാനാണ് ഏറ്റവും വലിയ ബലശാലി. ശരി ബണ്ണി, ജോർദാർ, തുടങ്ങിക്കോളൂ. Bye. Time, please. ഏയ്, ഏയ്, സ്റ്റേഡിയം മുഴുവനുണ്ട് LED ലൈറ്റ്. ഇന്നിവിടെ നടക്കാൻ പോകുന്നു ഫൈറ്റ്. അടികൈ. എന്റെ കന്യാ സാറേ, ഇത് കവിത പറയുന്ന സ്ഥലമല്ല, ഗുസ്തി കൂടുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് വരൂ. നീയല്ലേ അത് എല്ലാ പ്രോഗ്രാമിലും ഒന്ന് അലമുണ്ടാക്കുന്നവൻ? ഞാൻ ഒരെണ്ണം അങ്ങോട്ട് തന്നാലുണ്ടല്ലോ, നിന്റെ പണി അതോടെ തീരും. ശബ്ദിക്കരുത്. ശബ്ദിച്ചാൽ നീ വിവരം അറിയും. മനസ്സിലായോ? ചാമ്പ്യൻസിനായിട്ട് എല്ലാവരും ഒരു കൈയടി കൊടുക്കൂ. ഈ കൂട്ടത്തിൽ ആരും തന്നെ ഇല്ല സ്ട്രേഞ്ചർ. ഇതാ എത്തിക്കഴിഞ്ഞു നമ്മുടെ ചലഞ്ചർ. അടികൈ. എവിടെ ഗുസ്തി നടത്തുക? ഇവിടെ അല്പം പോലും സ്ഥലമില്ലല്ലോ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എടാ കഴുതേ, ഇത് ഗുസ്തി നടക്കുന്ന സ്ഥലമാണടാ. അപ്പൊ പിന്നെ നമ്മൾ എവിടെ കിടന്ന് ഉറങ്ങാം? നീ മുകളിലേക്ക് വാ, അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞു തരാം.